നമ്മളെ ഒരാൾ സൽക്കാരത്തിന് വിളിക്കുന്നു, അല്ലെ ചായ കുടിക്കാൻ വിളിക്കുന്നു. അങ്ങനെ ക്ഷണിക്കുമ്പോൾ നമ്മൾ പോണോ വേണ്ടിയോ എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. വേണേ പോകാം, നിരസിക്കാം, അല്ലെ വളരെ ആദരവോടെ എനിക്ക് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഒഴിയാം. ആരാണ് വിളിക്കുന്നത് എന്നൊക്കെ നോക്കിയിട്ടാണല്ലോ തീരുമാനിക്കുക. ഇവിടെ ഒരു കാര്യം, ലോക്സഭയിൽ ഉള്ള നമ്മുടെ കൊല്ലം MP NK പ്രേമചന്ദ്രൻ, അദ്ദേഹം ഇപ്പോൾ UDFൻ്റെ MP ആണ്, RSP. അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു സൽക്കാരത്തിന് ക്ഷണിച്ചു. അപ്രതീക്ഷിതമായിരുന്നു. ഈ ലോക്സഭയിലും രാജ്യസഭയിലും, ലോക്സഭയിൽ 100 MP ഇപ്പോഴത്തെ ഇന്ത്യ മുന്നണിക്കുണ്ട്. അതായത് BJP എതിർക്കുന്ന ഇന്ത്യ മുന്നണിക്ക് 100 MP ലോക്സഭയിലും 79 MP രാജ്യസഭയിലുമുണ്ട്. ഇതിൽ മറ്റൊരാളെ പോലും ക്ഷണിച്ചില്ല പ്രധാനമന്ത്രി, ഒള്ളി NK പ്രേമചന്ദ്രൻ. അതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചർച്ച. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഇതിങ്ങനെ പറയേണ്ടി വരുന്നത്, ആ ഒരു ചർച്ച. അപ്പം അതെന്തുകൊണ്ടാണ് ഈ ഒരാൾ എനിക്ക് സ്ഥിര നിലപാടുകളില്ല, അതാണ് എൻ്റെ നിലപാടെന്ന് ഒരാൾ പറഞ്ഞാൽ അതിന് യോജിക്കുന്ന പേരാണ് കൊല്ലം MP NK പ്രേമചന്ദ്രൻ. ഒന്നുകൂടി പറയാം, എനിക്ക് കടുത്ത നിലപാടുകളില്ല, അതാണ് എൻ്റെ നിലപാട്. അദ്ദേഹം ഇടതു മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നു, ജലവിഭവ മന്ത്രിയായിരുന്നു. അന്ന് AK സെൻറ്ററിൻ്റെ വളരെ അടുത്ത ആളായിരുന്നു. AK സെൻറ്ററിൽ കയറിയിറങ്ങിയൊരു കാലമുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം UDF ക്യാമ്പിലേക്ക് പോയി, കൊല്ലത്ത് MP ആയി. അപ്പം പിന്നെ ഇന്ദിരാഭവനിൽ കയറിയിറങ്ങുന്ന ഒരാളായിട്ട് അദ്ദേഹം മാറി. ഇനി നാളെ അദ്ദേഹം ഒരുപക്ഷെ മാരാർജി ഭവനിൽ കയറി ഇറങ്ങി നടന്നാലും നമുക്ക് അത്ഭുതപ്പെടാനില്ല. അതാണ് NK പ്രേമചന്ദ്രൻ എന്നാണ് ഞങ്ങൾ പറഞ്ഞു വരുന്നത്. 1-2 ഉദാഹരണങ്ങൾ പറയാം. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ സ്ത്രീ പ്രവേശനത്തിന് വേണ്ടി, യുവതികളെ പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടി ശക്തമായി വാദിച്ച് സത്യവാങ്മൂലം വരെ കൊടുത്ത ആളാണ് കൊല്ലം MP, നമ്മുടെ MP NK പ്രേമചന്ദ്രൻ. അതേ NK പ്രേമചന്ദ്രൻ കുറച്ചാൾ കഴിയുമ്പോൾ അടുത്ത വേഷം കിട്ടി വരുന്നു, ആചാര സംരക്ഷകനായിട്ട്. ശബരിമല സ്ത്രീ പ്രവേശനം അനുവദിക്കാൻ പാടില്ല, യുവതി പ്രവേശനം. ആചാര സംരക്ഷകനായിട്ട് അദ്ദേഹം മാറിക്കഴിഞ്ഞു. അതാണ് നിലപാടുകളില്ലാത്തതാണ് എൻ്റെ നിലപാടെന്ന് ഞാൻ പറയുന്നത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. നിലപാടില്ലായ്മയാണ് എൻ്റെ നിലപാട്. ഇനി മറ്റൊന്ന് പറയാം. അദ്ദേഹം ലോക്സഭയിലെ ഒരു ചോദ്യം ചോദിച്ചു. അദ്ദേഹം ഉള്ള കാര്യം പറയണല്ലോ, മലയാളത്തിൽ നിന്നുള്ള, കേരളത്തിൽ നിന്നുള്ള MP ഇടയ്ക്കിടയ്ക്ക് പിന്നെ ലോക്സഭയിലെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന ഒരാളാണ് പ്രേമചന്ദ്രൻ. അതിനകത്ത് ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല. ചോദിച്ചാൽ ചോദിച്ചു എന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ല എന്നും പറയും. ഇടപെടുന്ന ഒരാൾ തന്നെയാണ് NK പ്രേമചന്ദ്രൻ. അദ്ദേഹം പല വിഷയങ്ങളും ഉന്നയിക്കാറുണ്ട്. അങ്ങനെ അദ്ദേഹം IGST പ്രശ്നം ഉന്നയിച്ചു. അതിന് നിർമ്മലാ സീതാരാമൻ ധനമന്ത്രി പറഞ്ഞ മറുപടി GST കുടിശ്ശികയില്ല, അതെല്ലാം കൊടുത്തു തീർത്തു എന്നാണ്. കേട്ട പാതി കേൾക്കാത്ത പാതി പുള്ളി പുറത്തു വന്നിട്ട് NK പ്രേമചന്ദ്രൻ ഒരു പത്രസമ്മേളനം അങ്ങ് നടത്തി. IGST എന്ത്, GST എന്ത്, ഇത് രണ്ടും തിരിച്ചറിയാത്ത ഒരാളാണോ നമ്മുടെ ഒരു MP, കൊല്ലത്തു നിന്നുള്ളൊരു MP? അദ്ദേഹം പുറത്തു വന്നിട്ട് വാർത്താ സമ്മേളനം നടത്തി. കേരള സർക്കാർ പച്ചക്കള്ളം നുണ പറയുകയാണ്. നിർമ്മലാ സീതാരാമൻ്റെ മറുപടി വന്ന് മഹാസംഭവമാണ്. നിർമ്മലാ സീതാരാമൻ, കേരള സർക്കാർ പച്ചക്കള്ളം പറയുകയാണ്, ധനമന്ത്രി കള്ളം പറയുകയാണ്. അപ്പം ഇത്രയൊക്കെ ആയപ്പോൾ സോഷ്യൽ മീഡിയയൊക്കെ ഏറ്റെടുത്തു. ധനമന്ത്രിയുടെ വിശദീകരണം പിന്നെ വന്നു. ചോദിച്ചതിൻ്റെ മറുപടിയല്ല നിർമ്മലാ സീതാരാമൻ പ്രേമചന്ദ്രന് കൊടുത്തത്, മറുപടി വേറെയാണ്. അക്കാര്യത്തിൽ സർക്കാരിന് പരാതിയില്ല, സംസ്ഥാന ഗവൺമെൻറ്റിന്. GST കുടിശ്ശിക വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് പരാതിയില്ല. പരാതിയുള്ളത് GSTയിലാണ്, IGSTയിലാണ് പരാതിയുള്ളത്, GSTയിലല്ല. പക്ഷേ നിർമ്മലാ സീതാരാമൻ്റെ മറുപടി GST ഒക്കെ തീർത്തു, പ്രശ്നമൊന്നുമില്ല, ഇത് ശരിയല്ല. അത് ഏറ്റുപിടിച്ചിട്ട് പ്രേമചന്ദ്രൻ വെട്ടിലായത് നമ്മൾ കണ്ടതാണ്. പിന്നെ സോഷ്യൽ മീഡിയ, അദ്ദേഹം ചാനൽ ചർച്ച വന്നിരുന്നിട്ട് വീണ്ടും ഇത് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിട്ട് അദ്ദേഹത്തിന് പറ്റിയ അമളി എന്താണെന്ന് അവസാനം ചൂണ്ടിക്കാണിച്ച പുള്ളി മിണ്ടാണ്ടായി. ആ പ്രേമചന്ദ്രനെ കുറിച്ച് നമ്മുടെ മുഖ്യമന്ത്രി മുമ്പൊരിക്കൽ, അദ്ദേഹം മുഖ്യമന്ത്രി അല്ലാതിരിക്കുമ്പോൾ, പാർട്ടി സെക്രട്ടറി ആയിട്ടിരിക്കുമ്പം പറഞ്ഞ ഒരു വാചകം ഇവിടെ നമ്മളെല്ലാവരും ഓർക്കുക.
എന്താണതെന്ന് ഞാനിവിടെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പം നാളെ BJP ക്യാമ്പിലേക്ക് പോകുന്ന UDF എന്നുള്ള ചില നേതാക്കളിൽ, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ കൂടാതെയുള്ള നേതാക്കളിൽ ഒരുപക്ഷെ നമ്മൾ ഈ പേരും ചിലപ്പോൾ നമ്മൾ വായിക്കേണ്ടി വരും. NK പ്രേമചന്ദ്രൻ എന്ന് വായിക്കേണ്ടി വരും. കാരണം അദ്ദേഹം കഴിഞ്ഞ 2 ഇലക്ഷനിലെ റിസൾട്ട് കൊല്ലത്തെ നോക്കിയാൽ മനസ്സിലാവും. അദ്ദേഹം അവിടെ BJPക്ക് എത്ര വോട്ട് കിട്ടുന്നു? കൊല്ലം ലോക്സഭയിൽ BJPക്ക് കേരളത്തിൽ 15%, 16% വരെ വോട്ടുണ്ടെന്നാണല്ലോ വൈപ്പ്. കണക്കുകളൊക്കെ അങ്ങനെ ഉദ്ധരിക്കുന്നുണ്ട്. പക്ഷെ കൊല്ലം മണ്ഡലത്തിൽ നിന്ന് ഇന്ന് വരെ BJPക്ക് 5ഉം 10% വോട്ട് കിട്ടിയിട്ടില്ല. 5 മുതൽ 10% വരെ. ബാക്കി വോട്ടുകൾ എവിടെ പോയി, ആരുടെ കിറ്റിയിൽ വീണു, ആരുടെ പേഴ്സിലേക്ക് പോയി എന്ന് ഊഹിച്ചാൽ മതി. അപ്പോൾ ആരെയൊക്കെ എങ്ങനെയൊക്കെ പ്രീണിപ്പിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് വളരെ നന്നായിട്ടറിയാവുന്ന ഒരു നയ വിദഗ്ധൻ കൂടിയാണ് NK പ്രേമചന്ദ്രൻ. എന്നിട്ട് ഓരോ സംഭവങ്ങളെയും നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഇപ്പം കൊല്ലം ലോക്സഭയിലെ അസംബ്ലി മണ്ഡലങ്ങൾ നോക്കുക. അത് മാത്രം നോക്കിയാൽ മതി. ചുരുക്കി പറയാം: ചവറ, പുനലൂർ, ചടയമംഗലം, കുണ്ടറ, കൊല്ലം, ഇരവിപുരം, ചാത്തന്നൂർ. ഈ 4, 3, 7 മണ്ഡലങ്ങളിൽ ഇത്തവണ UDF ജയിച്ചത് കുണ്ടറ മാത്രമാണ്. മേഴ്സിക്കുട്ടിയമ്മയെ തോൽപ്പിച്ചിട്ട് വിഷ്ണുനാഥ് അവിടെ, PC വിഷ്ണുനാഥ് അവിടെ MLA ആയി ജയിച്ചു. ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും ജയിച്ചിട്ടുള്ളത് LDFന്റെ സ്ഥാനാർത്ഥികളാണ്. പക്ഷെ ലോക്സഭയിൽ പ്രേമചന്ദ്രൻ ജയിക്കും. അപ്പോൾ ഈ BJP വോട്ടുകൾ എവിടെ പോയി? അപ്പോൾ ഇനി ഇദ്ദേഹം ഈ അടുത്ത വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് UDFന്റെ സ്ഥാനാർത്ഥിയാകുമോ അതോ BJPയുടെ സ്ഥാനാർത്ഥിയാകുമോ? അല്ലെങ്കിൽ തന്നെ BJPയിലേക്ക് പുതിയ വൈസ് പ്രസിഡന്റുമാരെ എടുക്കാൻ BJP ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നടൻ ദേവനെ എടുത്തു, പിന്നെ സംവിധായകൻ മേജർ രവിയെ എടുത്തു BJP സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റുമാരായിട്ട്. ഇനി NK പ്രേമചന്ദ്രൻ നാളെ BJPയുടെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ആകുമോ? RSP എന്ന പാർട്ടി തന്നെ അദ്ദേഹത്തിന് വേണ്ടി നശിച്ചു, ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എത്ര തവണ പിളർന്നു. ഒക്കെ ഒരാളിന് വേണ്ടി ഒരു പാർട്ടി തന്നെ, ഒരു സോഷ്യലിസ്റ്റ് പാർട്ടി കേരളത്തിലെ ഒരു ഒത്തിരി കാലം ചരിത്രമുള്ള വളരെ ശക്തമായ ഒരു പ്രസ്ഥാനമായിരുന്നു RSP. അത് പിളർന്ന് അവസാനം NK പ്രേമചന്ദ്രൻ്റെ ഒരു സ്വകാര്യ സ്വത്തായിട്ട് മാറി എന്ന് പറഞ്ഞാൽ അത്ഭുതമൊന്നുമില്ല. ആ പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ തീർന്നു. പിന്നെ വേറെ എന്തെങ്കിലും നമ്മൾ അടുത്തത് നോക്കിയാൽ മതിയല്ലോ. ഇവിടെ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ K മുരളീധരൻ, വടകര MP, കഴിഞ്ഞ ക്രിസ്മസ് ന്യൂ ഇയർ സൽക്കാരത്തിന് കോൺഗ്രസ് നേതാക്കളെ, എല്ലാ രാഷ്ട്രീയ നേതാക്കളെയൊക്കെ ക്ഷണിച്ചപ്പോൾ അന്ന് K മുരളീധരൻ പറഞ്ഞത്, വടകര MP പറഞ്ഞത്, പിണറായിയുടെ ചായ കുടിക്കാൻ കോൺഗ്രസ്സുകാരും ലീഗുകാരും പോകേണ്ട കാര്യം ഗതികേടൊന്നുമില്ല. ഇനി പിണറായിയുടെ ചായ കുടിക്കാൻ പോയില്ലെങ്കിലും ഇവിടെ കോൺഗ്രസും ലീഗും ഒക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ മതി. അതേ K മുരളീധരൻ ഇന്നിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇതേപ്പറ്റി. പ്രേമചന്ദ്രൻ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുടെ വിരുന്നിന് പ്രേമചന്ദ്രനെ വിളിച്ചു പോയി, അതിലെന്താ തെറ്റ്? അതിലൊരു തെറ്റും ഞങ്ങൾ കാണുന്നില്ല. അങ്ങനെ ഒറ്റപ്പെടുത്താനൊന്നും നോക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തേ ഇന്ത്യ മുന്നണിയിലെ K മുരളീധരനെ പോലും വിളിക്കാതിരുന്നത്? വേറൊരൊറ്റ MPയും 179 MPമാർ ലോക്സഭ രാജ്യസഭ, വേറൊരാളെയും വിളിച്ചില്ലല്ലോ. K മുരളീധരനെ വിളിച്ചാൽ മുരളീധരൻ പോകുമായിരുന്നോ? ഇനി പഴയൊരു കാലം നമ്മൾ ഓർത്ത് വയ്ക്കുന്നത് നല്ലതാണ്. പഴയ കാലത്ത് ഒരു സംഭവം, അതായത് കോൺഗ്രസിൽ നിന്ന് വിട്ടിട്ട് ലീഡർ K കരുണാകരനും K മുരളീധരനും കൂടി ഡെമോക്രാറ്റിക് ഇന്ദിര കോൺഗ്രസ് DIC രൂപീകരിച്ച ഒരു സമയമുണ്ടായിരുന്നു. ആ DIC ഇടതുപക്ഷ മുന്നണിയുമായിട്ട് ധാരണയിലെത്തിയ ഒരു കാലമുണ്ടായിരുന്നു. അന്ന് AKG സെൻറ്ററിൻ്റെ ഇടനാഴികളിലെ സ്ഥിര സാന്നിധ്യമായിരുന്നു K മുരളീധരൻ. പിന്നീടാണ് കോൺഗ്രസിലേക്ക് K കരുണാകരൻ ലീഡർ പറഞ്ഞിട്ട് തിരിച്ചു പോയത്. ആ ഒരു ഇടവേള, ആ ഒരു ഹണിമൂൺ, അന്ന് പിണറായി വിജയൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി, അന്ന് പിണറായി വിജയൻ K മുരളീധരന് വിജയേട്ടനായിരുന്നു. K മുരളീധരൻ ഇവിടെ നിൽക്കുന്ന ചില DICക്കാര് പറയുന്നത് പിണറായി ഏട്ടാന്ന് വിളിക്കണോ വിജയേട്ടാന്ന് വിളിക്കണോ? അന്ന് വിജയേട്ടൻ്റെ ചായയും പിന്നെ പഴംപൊരിയും പിന്നെ ഈ റംസാൻ വിരുന്നുമൊക്കെ വളരെ രുചിയുള്ളതായിരുന്നു. രാഷ്ട്രീയത്തിൽ
നമ്മൾ ഓരോന്ന് പറയുമ്പോഴേ പഴയ പലതും നമ്മളെ തിരിച്ചു വന്ന് പിടിക്കും, ഹോണ്ട് ചെയ്യും. മറന്നുപോലും നമ്മൾ പണ്ട് പറഞ്ഞ വാക്കുകളും മറന്നിട്ട് നമ്മൾ സംസാരിക്കാൻ പാടില്ല. കെ മുരളീധരൻ്റെ ഭാഗത്ത് ഇപ്പോൾ ഉണ്ടായ ഒരു കാര്യം അതാണ്. ഇദ്ദേഹം ഇപ്പം ഈ പ്രേമചന്ദ്രൻ ലോക്സഭയിൽ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞു. പലപ്പോഴും പല കാര്യങ്ങളില്ല അദ്ദേഹം ചോദിച്ചു. ഈ കെ മുരളീധരൻ ഈ 6 കൊല്ലം 5 കൊല്ലം ലോക്സഭയിൽ ഇരുന്നിട്ട് കേരളത്തിന് വേണ്ടി എന്തെങ്കിലും സംസാരിച്ചതായിട്ട് വല്ല ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? അല്ല, ഉണ്ടെങ്കിൽ പറയും. എനിക്ക് ഓർമ്മ വരുന്നില്ല. മുരളീധരൻ മാത്രമല്ല, കോൺഗ്രസിൻ്റെ പല MP-മാരുടെ അവസ്ഥ അതൊക്കെ തന്നെയാണ്. അതിൽ തമ്മിൽ ഭേദമായിരുന്നു പ്രേമചന്ദ്രൻ ഇടയ്ക്കിടയ്ക്ക് ഇടപെടും, വിഷയങ്ങൾ ഉന്നയിക്കുകയൊക്കെ ചെയ്തിരുന്നു. ചില അബദ്ധങ്ങൾ അദ്ദേഹത്തിന് ഈ നിർമ്മല കേസിൽ പറ്റിയെങ്കിലും നിങ്ങൾ കോൺഗ്രസിൻ്റെ എത്ര MP-മാർ, ഒരു ശശി തരൂർ കഴിഞ്ഞാൽ പിന്നെ ആരുണ്ട് സംസാരിക്കാൻ അറിയാവുന്ന, പ്രശ്നങ്ങൾ പഠിച്ചുന്നയിക്കാൻ കഴിയുന്ന വേറെ ആര് ലോക്സഭയിലുണ്ട്? 18 എണ്ണത്തിനെ ഇവിടുന്ന് ജയിപ്പിച്ചു വിട്ടതല്ലേ. നിങ്ങൾ 5 കൊല്ലം എന്ത് ചെയ്തു കേരളത്തിന് വേണ്ടി? ഒരു അഭിമാനത്തോട് പറയാൻ എന്തെങ്കിലും കയ്യിലുണ്ടോ? പിണറായിയുടെ ചായ ഇപ്പം വേണ്ട, അന്ന് കുടിക്കാമായിരുന്നു. ഇപ്പം അതിന് കയ്പായിപ്പോയി. ആയിക്കോട്ടെ.